നമസ്കാരം. ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് മാസം 1-ാം തീയതി മുതൽക്ക് 7-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ ഫലങ്ങൾ അത് എല്ലാ രാശിക്കാർക്കും ഉള്ളത് ഇവിടെ സാമാന്യമായിട്ട് അപഗ്രഥിക്കുകയാണ്. ഈ ആഴ്ചയുടെ പ്രത്യേകത കുംഭം രാശിയിലാണ് സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു, ഈ കുജൻ ഇത്രയും ഗ്രഹങ്ങൾ കുംഭം രാശിയിൽ വരുന്നുണ്ട്. അതുപോലെ ഗുരു മിഥുനത്തിൽ തന്നെയാണ്, മീനത്തിൽ ശനിയും, കേതു ചിങ്ങത്തിലുമാണ്. ആദ്യമായിട്ട് നമുക്ക് മേടം രാശിയുടെ ഫലങ്ങൾ നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം, അതായത് ആ രാശിയുടെ ആദ്യത്തെ 1-ാം പാദം. ഇതാണ് മേടം രാശി. മേടം രാശിയുടെ പ്രധാനപ്പെട്ട ഫലങ്ങൾ പറയുകയാണ്. ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കരിയർ സംബന്ധിച്ച് പറഞ്ഞാൽ മുൻപ് തുടങ്ങി വച്ചിരുന്ന പല പ്രൊജക്റ്റുകൾക്കും ഒരു പൂർണ്ണത കൈവരുന്ന ഒരു കാലമാണ്. അതുപോലെ കൂട്ടായ പ്രവർത്തനത്തിൽ നിന്നുമൊക്കെ പല നേട്ടങ്ങളും ഉണ്ടാവും. സ്വന്തം സ്വഭാവം അല്ലെങ്കിൽ നേതൃത്വം മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടാനും ഒക്കെയുള്ള കാലമായിട്ട് വേണം പറയാൻ. അതുകൊണ്ട് ജോലിയിൽ കുറച്ച് അഭ്യുന്നതി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ധന സംബന്ധമായിട്ട് ഇതര വരുമാനങ്ങൾ, അതായത് മറ്റു പ്രധാനപ്പെട്ടതല്ലാത്ത മറ്റ് ബിസിനസ്സുകളിൽ നിന്നോ കമ്മീഷൻ വ്യവസ്ഥയിൽ ചെയ്യുന്ന ജോലികളിൽ നിന്നും ഒക്കെയുള്ള വരുമാനങ്ങൾ, അല്ലെങ്കിൽ ബോണസൊക്കെ മറ്റു കിട്ടാനുള്ളവർക്ക് അത് കിട്ടുക, ഇതൊക്കെ കിട്ടാവുന്ന ഒരു ആഴ്ചയാണിത്. എന്നാൽ സുഹൃത്തുക്കളുമായിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അമിതമായ ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ, അത് കഴിയുന്നത്ര കുറയ്ക്കാൻ നോക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് മറ്റ് അലട്ടുകല്ലുകൾ ഒന്നും ശരീരപരമായിട്ടൊന്നും പറയാനില്ല. ഒരു ഉത്സാഹത്തോടു കൂടി ഈ ആഴ്ച നമുക്ക് വർത്തിക്കാൻ സാധിക്കും. എന്നാൽ ഉറക്കം കുറയുന്നതായിട്ടും അതുകൊണ്ടുണ്ടാകാവുന്ന ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടാകാം. അല്ലാതെ വലുതായ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് ഉണ്ടാകുന്നില്ല. കുടുംബ ബന്ധങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക് കുറച്ച് കൂടുതൽ മുൻഗണന കൊടുക്കുക, അവരുമായിട്ടൊന്നിച്ച് സമയം പങ്കെടുക്കുക എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ അവഗണിക്കപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധ വേണ്ടത്ര കൊടുക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ച ഈ മേടക്കൂറുകാർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് സൂര്യനെ പൂജ നടത്തുക, അല്ലെങ്കിൽ സൂര്യക്ഷേത്രത്തിൽ അഭിഷേകാദി വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ നല്ലതാണ്. ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും നല്ലതാണ്. അടുത്തത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം അര, ആദ്യത്തെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് ഇടവം രാശി. ജോലി സംബന്ധമായിട്ട് കർമ്മത്തിലാണ് ഈ നേരത്തെ പറഞ്ഞ സൂര്യാദി ഗ്രഹങ്ങൾ, ശുക്രൻ, ബുധൻ മുതലായ കുജൻ എല്ലാ ഗ്രഹങ്ങളും കർമ്മഭാവത്തിലാണ് വരുന്നത്. അവരവരിയ്ക്കുന്ന പദവി അല്ലെങ്കിൽ അവരവരിയ്ക്കുന്ന സ്റ്റാറ്റസ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ അത് സ്ഥിരപ്പെടാനും ഒക്കെ ഉള്ള കാലമാണ്. നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാം. അതായത് നിങ്ങളുടെ പ്രവർത്തനം മൂലം മേലധികാരികൾക്ക് അത് സന്തോഷമുണ്ടാവുക, അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക, ഇതൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. ധനപരമായിട്ട് സ്ഥിരമായിട്ടുള്ള വരുമാനം ആണ്, മറ്റ് നഷ്ടങ്ങൾ ഒന്നും വരാൻ സാധിക്കുന്നില്ല. അതുപോലെ ബാങ്ക് സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാകും. ആരോഗ്യപരമായിട്ട് തൈറോയിഡ് മുതലായിട്ടുള്ള രോഗങ്ങളുണ്ടാകാം, അഥവാ അതങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ അത് ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ കഴുത്ത്, തൊണ്ട, ശബ്ദം, ഇതൊക്കെ സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിലും ഒരു നല്ല കാലമാണ്. പൊതുവേ തൻ്റെ പ്രവൃത്തി കൊണ്ട് കുടുംബത്തിന് അഭിമാനം ഉണ്ടാവുക, എല്ലാവരും ഒന്നിച്ച് ഇരുന്ന് സന്തോഷമായിട്ട് വർത്തിക്കുക, ഇതൊക്കെ ഉണ്ടാകാവുന്ന കാലമാണ്. പരിഹാരമായിട്ട് ഈ ഇടവക്കൂറുകാർക്ക് പറയാവുന്നത് വ്യാഴഗ്രഹത്തെ അഥവാ അതിൻ്റെ അധിദേവതയായിട്ടുള്ള വിഷ്ണുവിനെ ഭജിക്കുക.
അതുപോലെ ഗുരുക്കന്മാരെയും ഒക്കെ അവരെ ദാനാദികളെ കൊണ്ട് സന്തോഷിപ്പിക്കുക. അച്ഛൻ, മുത്തശ്ശൻ അങ്ങനെയുള്ള ഉള്ളവരെയും അവരുടെ പ്രീതി നേടാനും ഒക്കെ സാധിക്കും. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. ഭാഗ്യസ്ഥാനത്ത് 11-ാം ഭാവത്തിലാണ്. 11-ാം ഭാവത്തിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ലഗ്നത്തിൽ ഗുരുവാണ്. പഠനം, പഠിപ്പിക്കുക, അതുപോലെ ട്രെയിനിങ് ജോലികൾ ചെയ്യുന്നവർ, നിയമപരമായിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടവർ, അക്കാഡമിക് മേഖലകളിൽ റിസർച്ച് മുതലായിട്ടുള്ളവയിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശ ബന്ധങ്ങൾ ഉള്ളവർക്ക്, അഥവാ അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവർ, മറ്റ് വിദേശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അവർക്കൊക്കെ പ്രൊഫഷണൽസ്, ഇവർക്കൊക്കെ ഒരു നേട്ടമുണ്ടാവേണ്ട കാലമാണ്. ധനപരമായിട്ട് യാത്ര മുഖാന്തരം, അതുപോലെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ മുഖാന്തരമായിട്ടുള്ള ധനസമ്പാദനത്തിനും ഈ കാലഘട്ടം നല്ലതാണ്. ആരോഗ്യം സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സ് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കും. എങ്കിലും നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ തളർച്ചയോ അങ്ങനെയൊക്കെ വരാവുന്നതാണ്. അതുകൊണ്ട് വിശ്രമവും ആവശ്യമാണ്. കുടുംബപരമായിട്ട് നമ്മുടെ പൂർവികന്മാരിൽ നിന്ന് അഥവാ പിതൃക്കളിൽ നിന്ന്, അതുപോലെ അച്ഛനമ്മമാർ, ഭാര്യയുടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും അച്ഛനമ്മമാരും, അവരിൽ നിന്നൊക്കെയുള്ള അനുഗ്രഹം ഉണ്ടാകും. അവരുടെ അനുഗ്രഹത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടുകൂടി ഈ ഒരു ആഴ്ച ഒരു അനുകൂലമായിട്ടുള്ള ആഴ്ചയായിട്ട് അവർക്ക് നമുക്ക് തോന്നുന്നതാണ്. ഇവർക്കൊരു പൊതുവേ പരിഹാരമായിട്ട് പറയുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, തുളസിയിട്ട ജലം പാനം ചെയ്യുക മുതലായിട്ടുള്ള കാര്യം, അതുപോലെ ഭാഗവതാദി പുരാണങ്ങൾ വായിക്കുക, ഇതൊക്കെയും നല്ല കൂടുതൽ ഫലങ്ങൾ തരുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. അഷ്ടമത്തിൽ അഥവാ 8-ാം ഭാവത്തിൽ സൂര്യാദി, ബുധൻ, ശുക്രൻ, കുജൻ, രാഹു ഈ ഗ്രഹങ്ങളൊക്കെയും ഒന്നിച്ച് വരുന്നതാണ്. പല കഷ്ടനഷ്ടങ്ങളും വരാവുന്നതാണ്. ജോലി അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ചില രഹസ്യമായിട്ടുള്ള ചില ജോലികൾ, അല്ലെങ്കിൽ റിസർച്ച്, അതുപോലെ ഇൻഷുറൻസ്, ബാങ്കിങ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ നേട്ടമുണ്ടാകാം. റിസർച്ചിലും അതുപോലെ ഗൂഢപ്രവർത്തനങ്ങളിൽ കൂടെ ധനമുണ്ടാക്കുന്നവർക്കും ഒക്കെ നല്ല കാലമാണ്. ഓഫീസ് രാഷ്ട്രീയം അല്ലെന്നുണ്ടെങ്കിൽ തങ്ങളുടെ മേഖലയിൽ പെട്ടവരുമായിട്ടുള്ള ഇടപെടലുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് വളരെ ജാഗ്രതയോടുകൂടി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചില സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനസംബന്ധമായിട്ട് വരുമാനം ഉണ്ടെങ്കിലും ചില അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ പഴയ കുടിശ്ശിക തീർക്കാനും ഈ സമയം അനുകൂലമാണ്. ആരോഗ്യപരമായിട്ട് ഉറക്കക്കുറവ് ഉണ്ടാകാം. അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളും അസിഡിറ്റി മുതലായിട്ടുള്ള കാര്യങ്ങളും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ ഭാര്യ, മക്കൾ, അച്ഛനമ്മമാർ ഇവരോടുമൊക്കെ പെരുമാറുമ്പോൾ വാക്കുകളിൽ വളരെ സൂക്ഷ്മത എടുക്കേണ്ടതാണ്. ഒരു വിനയത്തോടു കൂടി വേണം വർത്തമാനം പറയാനും മറ്റും. എന്തെന്നാൽ വാക്കുകൾ കൊണ്ടുണ്ടാകാവുന്ന ചില ദുരിതങ്ങൾ, അസ്വാരസ്യങ്ങൾ, വൈരങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരിഹാരമായിട്ട് ശിവന് അഭിഷേകം, ധാര മുതലായിട്ടുള്ളവ ചെയ്യുക. അതുപോലെ ജലം സംബന്ധിച്ച് ഉള്ള പ്രവർത്തനങ്ങൾ അഥവാ ദാനങ്ങളോ അഭിഷേകങ്ങളോ ഒക്കെ ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഇവരുടെ 7-ാം ഭാവത്തിൽ ബുധ ശുക്ര യോഗമുണ്ട്. അതുപോലെ സൂര്യനും കേതുവും ചൊവ്വയും ഒക്കെ ഈ പറയുന്ന 7-ാം ഭാവത്തിലാണ് വരുന്നത്. ചില പുതിയ കരാറുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പദ്ധതികൾക്ക് അതിനൊരു പൂർണ്ണരൂപം നൽകാനും അതിൽ കരാർ ഒപ്പിടുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സമയം അനുകൂലമാണ്.
ധനപരമായിട്ട് വരുമാനം ഒരു ശരാശരിയിൽ നിൽക്കും. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാതെ ആണ്. എന്നാൽ പങ്കാളി മുഖാന്തരം ഉണ്ടാകുന്ന ചില ധനലാഭങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ചിലവും വളരെ പങ്കാളിക്ക് വേണ്ടിയിട്ട് ചിലവ് ചെയ്യേണ്ടതായിട്ടുള്ള തുക അതൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാൻ, ബ്ലഡ് പ്രഷർ മുതലായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിലെ പരസ്പരം മക്കളും ഭാര്യ, അച്ഛനമ്മമാർ മുതലായിട്ടുള്ളവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സംസാരത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള വർത്തമാനങ്ങളെ കൊണ്ടുണ്ടാകാവുന്ന ചില സംഘർഷങ്ങൾ അഥവാ അസ്വാരസ്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണാവുന്നതാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഗണപതി ക്ഷേത്ര ദർശനം, ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക, അപ്പം മുതലായിട്ടുള്ള നിവേദ്യങ്ങൾ നടത്തുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രങ്ങളിൽ കറുകമാല ചാർത്തുകയും നിർവിഘ്നതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് കന്നിക്കൂറാണ്. ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്തിര 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. 6ാം ഭാവത്തിൽ ആണ് എല്ലാ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ വരുന്നത്. ശത്രുക്കളെ നിന്ന് ജയം നേടുന്ന അഥവാ ശത്രുക്കൾ തോൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ ചില മത്സര പരീക്ഷകളിലും മറ്റും പോകുന്നവർക്ക് അതിൽ അനുകൂലമായിട്ടുള്ള വിധിയുണ്ടാവുന്നതാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് കേസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്ക് അഥവാ അത് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ സ്വയം വിധേയമാവുകയോ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറച്ചൊരു അനുകൂല സമയമാണ്. അതിൻ്റെ അനുകൂല ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് കടങ്ങൾ ഒക്കെ തീർക്കാവുന്ന കാര്യമാണ്. എന്നാൽ അതുപോലെ തന്നെ ചിലവും വളരെ വർദ്ധിക്കും. അത് വളരെ വേണ്ടത്ര നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ വരവിലേറെ ചിലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് വയറ് സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാഡീസമ്മർദ്ദം ഉണ്ടാവുക, അതുകൊണ്ട് ഉണ്ടാവുന്ന ചില രോഗങ്ങളും ഒക്കെ അത് ഉള്ളവർക്ക് അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാത്ത വരുന്നത് കൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരം എന്ന നിലയ്ക്ക് ദുർഗാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദുർഗാ സപ്തശതി മുതലായിട്ടുള്ളവ വായിക്കുകയും ഒക്കെ നല്ലതാണ്. അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 1ഉം 3ഉം 4ഉം പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് തുലാക്കൂറ്. 5ാം ഭാവത്തിൽ ഗ്രഹയോഗങ്ങൾ വരുന്നുണ്ട്. സൃഷ്ടിപരമായിട്ടുള്ള മേഖലയിൽ അംഗീകാരങ്ങളൊക്കെ കിട്ടാവുന്ന കാലമാണ്. പ്രത്യേകിച്ച് ജേർണലിസം അങ്ങനെയുള്ള, അതുപോലെ വീഡിയോഗ്രാഫി അങ്ങനെയുള്ള ജോലികൾ, പ്രസൻറ്റേഷൻ എഴുതുക, ഇങ്ങനെയുള്ള ജോലികളിലും മറ്റും ഏർപ്പെടുന്നവർക്ക് ഒരു പ്രവർത്തന വിജയം ഉണ്ടാവുന്നതാണ്. കലാപരമായിട്ടുള്ള ജോലികൾക്കും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് സാമാന്യം തിരക്കേടില്ലാത്ത വരുമാനം ഉണ്ടാകും. ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ കാലത്ത് ഉണ്ടാകാവുന്നത്. ആരോഗ്യപരമായിട്ട് മാനസിക അവസ്ഥ സൂക്ഷിക്കേണ്ടതാണ്. ആ മാനസിക സന്തുലിതാവസ്ഥ അപ്കീപ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും കുറച്ച് ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകും. മക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ചുകൂടെ തീവ്രമാകും, ഊഷ്മളമാകും. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ലക്ഷ്മി പൂജ നടത്തുക, മഹാലക്ഷ്മി ക്ഷേത്രം അഥവാ ലക്ഷ്മി സഹിതനായിട്ടുള്ള മഹാവിഷ്ണുവിനെ പൂജ നടത്തുക, അവിടെ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ലക്ഷ്മി സ്തവം ജപിക്കുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ സംഗീതാദി കാര്യങ്ങൾ, സംഗീതം കൊണ്ടുള്ള ഭജന, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം തരും. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട, ഈ നാളുകാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. വീട് സംബന്ധമായിട്ടും ഓഫീസ് സംബന്ധമായിട്ടും ചില മാറ്റങ്ങൾ ചിന്തിച്ചു തുടങ്ങും. അതുപോലെ
അതിലെ ചില ക്രമീകരണങ്ങൾ വരുത്തുക, അതുപോലെ പ്രോപ്പർട്ടി സംബന്ധിച്ചുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കുക, സ്ഥലം വാങ്ങിക്കാനോ അതുപോലെ മറ്റ് പ്രോപ്പർട്ടി ക്രയവിക്രയങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ധനം സംബന്ധിച്ച് പറഞ്ഞാൽ അത് വരവിനേക്കാളേറെ ചിലവുണ്ടാകും. പ്രത്യേകിച്ച് വീട് പുതുക്കി പണിയുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട്, അതുപോലെ ഭൂമിയിൽ നിന്ന് കിട്ടേണ്ട വരുമാനത്തിന് കുറവുണ്ടാകും. ആരോഗ്യപരമായിട്ട് കുറേയേറെ ഉത്കണ്ഠ ഉണ്ടാകുന്ന കാലമാണ്. അതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന ചില ദുരിതങ്ങൾ അഥവാ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രാണായാമാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുടുംബപരമായിട്ട് മാതാവ് അഥവാ മാതൃതുല്യരായിട്ട് കരുതുന്നവർ, അമ്മ വഴിക്കുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ മുൻപ് ഉണ്ടായിരുന്ന ഫ്രിക്ഷൻ എല്ലാം മാറിയിട്ട് അനുകൂലമായിട്ട് വരുന്നതായിട്ട് കാണാവുന്നതാണ്. പരിഹാരമായിട്ട് ഈ പറയുന്ന പിതൃക്കൾക്ക് വേണ്ടതായ ശ്രാദ്ധാദികൾ ചെയ്യുക, അമ്മയെയോ അല്ലെങ്കിൽ അതുപോലെ മാതാമഹി, പ്രപിതാമഹി മുതലായവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് ദാനാദികൾ ചെയ്ത് അവരുടെ അനുഗ്രഹം തേടുന്നതും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പാലുകൊണ്ട് അഭിഷേകം ചെയ്യുക, വിഷ്ണുവിനും ശിവനും മറ്റും അഭിഷേകം ചെയ്യുന്ന പാലുകൊണ്ടുള്ള അഭിഷേകങ്ങളോ ഒക്കെ വളരെ നല്ല ഫലം ചെയ്യുന്നതാണ്. അടുത്തത് ധനു കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് അഥവാ ഉത്രാടത്തിൻ്റെ ആദ്യപാദം, ഈ നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത്. ജോലി സംബന്ധമായിട്ട് 3-ാം ഭാവത്തിലാണ് ഗ്രഹയോഗങ്ങൾ. ബുധ, ശുക്രാദി, സൂര്യൻ, രാഹു, അതുപോലെ ചൊവ്വ, ഇതൊക്കെയും 3-ാം ഭാവത്തിൽ വരുന്നതാണ്. മീഡിയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും മാർക്കറ്റിങ്ങിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. എഴുത്ത് ആക്കിയവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധി ഉള്ളവർക്ക് അത് നിവർത്തിക്കാനുള്ള കാലവുമാണ്. വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി ചെയ്യേണ്ടതാണ്. ധൈര്യപൂർവ്വം എടുക്കുന്ന ചില തീരുമാനങ്ങൾ കൊണ്ട് അനുകൂലമായ ഫലങ്ങൾ പ്രൊഫഷണലിലോ ജോലിയിലോ ഒക്കെ കാണാവുന്നതാണ്. ധനപരമായിട്ട് സ്ഥിരമായിട്ടുള്ള, ചെറുതാണെങ്കിലും സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. മറ്റ് കഷ്ടനഷ്ടങ്ങൾ വരാൻ സാധ്യത കാണുന്നില്ല. ആരോഗ്യപരമായിട്ട് തോള് സംബന്ധിച്ചുള്ള, അതുപോലെ മറ്റേ കൈകൾ മുതലായിട്ടുള്ള സംബന്ധിച്ചുള്ള ചില രോഗങ്ങളോ വാദം മുതലായിട്ടുള്ള രോഗങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സഹോദരന്മാരുമായിട്ട് അകന്നു കഴിയുന്നവർക്ക് ആ സഹോദരന്മാർ തിരിച്ചു വരുന്നതായിട്ട്, അത് സ്വസഹോദരന്മാർ മാത്രമാകണമെന്നില്ല, സഹോദര സഹായ സ്ഥാനത്തുള്ളവർ അനുകൂല ഭാവത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഹനുമാൻ്റെ ഭജനം നല്ലതാണ്. ഹനുമാൻ ചാലീസ ജപിക്കുക ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ പ്രാണായാമാദികൾ ചെയ്ത് മൗന വ്രതം ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്നതും നല്ലതാണ്. ശിവക്ഷേത്ര ദർശനവും ധാര മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൽ 3/4, അവസാനത്തെ 3 പാദം തിരുവോണം, അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. 2-ാം ഭാവത്തിൽ ആണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെയും വരുന്നത്. അതുപോലെ അധികാരപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ചില പ്രശ്നങ്ങൾ വരാവുന്നതാണ്. വാക്ക് മൂലം ഉണ്ടാകുന്ന ചില അപകർഷത, ചില ബുദ്ധിമുട്ടുകൾ പ്രൊഫഷനിലോ ജോലിയിലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്ക് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ധനപരമായിട്ടുള്ള വരുമാന മാർഗങ്ങളൊക്കെ അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നു. ചിലവിൽ കുറച്ച് നിയന്ത്രണം വേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് ശിരോരോഗങ്ങൾ ഉണ്ടാകുക, തലവേദന മുതലായിട്ടുള്ളവ ഉണ്ടാകുക, എല്ല്, പല്ല് മുതലായിട്ടുള്ളവയ്ക്ക് ചില രോഗങ്ങളുണ്ടാകുക, നഖം പൊഴിഞ്ഞു പോകുക, അഥവാ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചുകൂടെ തീവ്രമാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും കുറച്ച് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം. വാക്കുകൾ വളരെ സൂക്ഷിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന സംഘർഷങ്ങളും അസ്വാരസ്യങ്ങളും കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശനി ക്ഷേത്രത്തിൽ അഥവാ ശാസ്താ ക്ഷേത്രത്തിൽ, ശനിയുടെ ക്ഷേത്രം നമുക്ക് ഇവിടെ
ധാരാളമായിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് ശാസ്താ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, എള്ള് കിഴി സമർപ്പിക്കുക, അതുപോലെ എള്ളെണ്ണ കൊണ്ടുള്ള ദീപം കത്തിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും. ഇനി കുംഭക്കൂറാണ്. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദം ചതയം, പൂരൂരുട്ടാതി, മുക്കാല് ഈ നക്ഷത്രക്കാർ ചേർന്നതാണ് കുംഭക്കൂറിൽ വരുന്നത്. ലഗ്നത്തിലാണ് എല്ലാ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും ബുധ, ശുക്ര, സൂര്യ, ചൊവ്വ, രാഹു ഇത്രയും ഗ്രഹങ്ങൾ ലഗ്നത്തിൽ വരുന്ന കാലമാണ്. ജീവിതത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒരു ജീവിത ദശാബോധം കൊച്ചൊന്ന് മാറ്റി മറ്റൊരു ദിശയിലേക്ക് മാറാനുള്ള ഒരു ശ്രമം അഥവാ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്ന കാലമാണ്. പുതിയ ബിസിനസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ കരിയർ സംബന്ധിച്ച് പറഞ്ഞാൽ പുതിയ റോളിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സിലേക്ക് എടുത്തു ചാടാനും ഒക്കെ ഒരു ത്വര ഉണ്ടാകും. അതിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. പുതുതായി തുടങ്ങിയ ബിസിനസ് മറ്റ് കാര്യങ്ങളെ കൊണ്ടുള്ള വരുമാനവും അത് ഒരു സ്ഥിരമാകാനുള്ള കാലമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് ഉണ്ടാകും, അതുകൊണ്ടുണ്ടാകാവുന്ന പ്രഷർ ഉണ്ടാകും. അത് കുടുംബ കാര്യങ്ങളിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും അത് ബാധിക്കാവുന്നതാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സ്വയം കേന്ദ്രീകൃതമായിട്ടുള്ളൊരവസ്ഥ, അഥവാ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ്, എന്നിൽ കൂടെയാണ് ചലിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത വെടിഞ്ഞിട്ട് എല്ലാവരുമായിട്ടും പരസ്പരം വാക്കുകളെ കൊണ്ട് അനുകൂല ഭാവമുണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില അസ്വാരസ്യങ്ങൾ കുടുംബത്തിലും സംഭവിക്കാവുന്നതാണ്. പരിഹാരമായിട്ട് കാരൽ ദാനം ചെയ്യുക, അതുപോലെ സാധുജനങ്ങൾക്ക് ഭിക്ഷക്കാർക്കും മറ്റും വേണ്ട ദാനാദികൾ ചെയ്യുക, അവരുടെ അനുഗ്രഹം തേടുന്നതും സന്യാസിക്ക് ഭിക്ഷ കൊടുക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നതാണ്. ഇനി മീനക്കൂറാണ്. പൂരുരുട്ടാതിയുടെ അവസാനത്തെ പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ്. മീനക്കൂറുകാർക്ക് ഇപ്പോൾ കണ്ടകശനിയും ഏഴരശനിയും ഒന്നിച്ച് നടക്കുന്ന കാലമാണ്. 12ാം ഭാവത്തിൽ ആണ് എല്ലാ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളും. സൂര്യൻ, ബുധ, ശുക്ര, കുജ, രാഹു യോഗം 12ാം ഭാവത്തിലാണ്. ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമാണ്. അതുപോലെ ആശുപത്രി സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുക, അതുപോലെ വിദേശ ബന്ധത്തിൽ കൂടെയുള്ള ജോലികൾ, ബിസിനസ്സോ ജോലിയോ ഒക്കെ ചെയ്യുന്നവർക്കും ഒക്കെ കുറച്ച് അനുകൂലമായിരിക്കാം. മറ്റുള്ളവർക്ക് അത്ര അനുകൂലമല്ല കാര്യങ്ങൾ. അതുപോലെ പൊതുവെ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ താൻ ജോലി ചെയ്തു വരുന്ന സ്ഥാപനത്തിലും മറ്റും കുറച്ച് ഒറ്റപ്പെടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. പൊതുവെ ധനപരമായിട്ടും വരുമാനം കുറയുകയും ചിലവ് കൂടുകയും ചെയ്യും. എന്ന് മാത്രമല്ല അവനവൻ കൈകാര്യം ചെയ്തു വരുന്ന കണക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ ചില അബദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കണക്കൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ച് പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അപവാദങ്ങളും മറ്റും വരാനുള്ള സാഹചര്യം കാണാവുന്നതാണ്. ഇവർക്ക് മുട്ട്, അതുപോലെ കാല്, പാദങ്ങൾ ഇവ സംബന്ധിച്ചുള്ള ചില രോഗങ്ങൾ, വാതജന്യമായിട്ടുള്ള കാര്യങ്ങൾ, വേദന മുതലായിട്ടുള്ളവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ ആണെങ്കിലും ഒരു സംഭാഷണങ്ങളുണ്ട്, പരസ്പര സംഭാഷണങ്ങളെ കൊണ്ട് ശത്രുത അഥവാ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ള കാലമാണ്. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക, ഹനുമാൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. നമസ്കാരം.